എന്നും മഹാരാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ജനസംഖ്യയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം, ലോക്സഭയിലേക്ക് 48 അംഗങ്ങളെ അയക്കുന്ന സംസ്ഥാനം. സ്വാഭാവികമായും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം ദേശീയ തലത്തിലും ചലനങ്ങൾ സൃഷ്ടിക്കും. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകളാണ് സംസ്ഥാനത്തുണ്ടായത്. തെരഞ്ഞെടുപ്പ് ഫലം കണ്ട് അമ്പരന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഏറെ ശ്രദ്ധയോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. നിലവിൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ കാലാവസ്ഥ കാറും കോളും നിറഞ്ഞിരിക്കുകയാണ്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും അവിഭക്ത ശിവസേനയും ചേർന്ന സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള തർക്കം തുടങ്ങി. സർക്കാർ രൂപീകരണത്തിന് പോലും ഈ തർക്കം തടസ്സമായി. തുടർന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നു. കുറച്ചു കാലത്തേക്ക് BJP നേതാവ് ഫട്നാവിസ് മുഖ്യമന്ത്രിയായി. പിന്നീടാണ് മഹാരാഷ്ട്രീയ നാടകം അരങ്ങേറിയത്. അവിഭക്ത ശിവസേന, കോൺഗ്രസും NCPയും ചേർന്ന സഖ്യം രൂപീകരിച്ചു. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി. മുറിവേറ്റ BJP 2022 അതിന്റെ കണക്ക് തീർത്തത്. BJP 2 കക്ഷികളെ പിളർത്തി. ശിവസേന ഷിൻഡെ വിഭാഗത്തെയും NCPയിലെ അജിത് പവാർ പക്ഷത്തെയും പിളർത്തി. BJP പകരം വീട്ടി. ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി സർക്കാർ രൂപീകരിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, ശിവസേന, NCP സഖ്യം വലിയ വിജയമാണ് സ്വന്തമാക്കിയത്. സഖ്യത്തിന്റെ മഹാവികാസ് അഘാഡി BJPയുടെ മഹായുക്തി മുന്നണിക്കെതിരെ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. 48-ൽ 30 സീറ്റ് മഹാവികാസ് അഘാഡി നേടി. അജിത് പവാറിൻ്റെ NCPക്ക് 1 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അതേസമയം ശരത് പവാറിൻ്റെ NCP 8 വിജയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് അജിത് പവാർ പക്ഷത്തിനുണ്ടായത്. യഥാർത്ഥ NCP എന്നൊക്കെ അംഗീകാരം നേടിയെങ്കിലും ജനങ്ങൾ അംഗീകരിച്ചില്ല. വെറും 1 സീറ്റിൽ പാർട്ടി ഒതുങ്ങി. മോദിയെപ്പോലും വിമർശിച്ച് മുൾമുനയിൽ നിർത്തിയ RSS അജിത് പവാറിനെതിരെ രംഗത്ത് വന്നു. വിശ്വാസ്യതയില്ലാത്ത പാർട്ടികളെ ഒപ്പം കൂട്ടിയത് തിരിച്ചടിയായതായി RSS മുഖപത്രം ഓർഗനൈസർ എഴുതി. അതോടെ അജിത് പവാർ വിഭാഗം കൂടുതൽ പ്രതിരോധത്തിലായി. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിനുണ്ടായ തിരിച്ചടിക്ക് കാരണം അജിത് പവാർ വിഭാഗമാണെന്ന നരേറ്റീവിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോഴിതാ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായ സർവേകൾ പുറത്തു വരുന്നു. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായാണ് സർവേകൾ വരുന്നത്. എന്നും അധികാരത്തോട് ആർത്തി കാട്ടിയിട്ടുള്ള നേതാവാണ് അജിത് പവാർ. അധികാരത്തിൻ്റെ അപകർഷണത്തിന് വേണ്ടിയിട്ടാണ് സ്വന്തം അമ്മാവൻ ശരത് പവാറിനെ പോലും അജിത് പവാർ ചതിച്ചത്. അജിത് പവാർ അമ്മാവനോട് തെറ്റുകളേറ്റ് പറഞ്ഞ് തിരിച്ചെത്തുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. BJPക്കൊപ്പം നിന്നാൽ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരുമെന്ന തിരിച്ചറിവാകണം മാറി ചിന്തിക്കാൻ അജിത്തിനെ പ്രേരിപ്പിക്കുന്നത്. അതിനിടെ അജിത് പവാർ പക്ഷത്തു നിന്നും ഭൂരിഭാഗം നേതാക്കളും മാതൃസംഘടനയായ ശരത് പവാറിൻ്റെ NCPയിലേക്ക് മടങ്ങിപ്പോകാൻ ആലോചിക്കുന്നു എന്ന വാർത്തകളും വന്നു. പിന്നാലെ 4 നേതാക്കൾ രാജിവെക്കുകയും ചെയ്തത് അജിത് പവാറിന് വലിയ തിരിച്ചടിയായിരുന്നു.